ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കീ ഡ്രൈവേഴ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും അതുപോലെ ഇവാലുവേഷൻ ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ യൂണിറ്റ് 1 കഴിയും. ഇനി യൂണിറ്റ് 2ലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ കീ ഡ്രൈവേഴ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അതായത് പ്രധാന പ്രേരക ഘടകങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഫെസിലിറ്റീസ് ആണ്. ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഫെസിലിറ്റീസ് റെഫേഴ്സ് ടു ദ ഫിസിക്കൽ ലൊക്കേഷൻ വെയർ പ്രോഡക്ട്സ് ആർ മെയ്ഡ്, സ്റ്റോർഡ് ഓർ പ്രോസസ്ഡ് ബിഫോർ റീച്ചിങ് ദ കസ്റ്റമർ. These can include factories, warehouses and distribution centers. For example, Amazon use regional fulfillment centers to store products and speed up deliveries to customers. എന്നാണ് പറയുന്നത്. ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതുമായ സ്ഥലങ്ങളാണ് ഫാക്ടറികൾ, വെയർഹൗസുകൾ, വിതരണ കേന്ദ്രങ്ങൾ എന്നിവ. ശരിയായ സ്ഥലത്ത് ഇവ ഉണ്ടെങ്കിൽ വേഗത്തിൽ ഡെലിവറി സാധ്യമാകും. അതായത് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ വേഗത്തിൽ അതിനുള്ള ഡെലിവറികൾ സാധ്യമാകുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫെസിലിറ്റീസിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻവെൻ്ററി. ഇൻവെൻ്ററി ഇൻക്ലൂഡ്സ് ഓൾ ദ റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് എ കമ്പനി ഹോൾഡ്സ് ടു മീറ്റ് കസ്റ്റമർ ഡിമാൻഡ്. മാനേജിംഗ് ഇൻവെൻ്ററി പ്രോപ്പർലി ഹെൽപ്സ് റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് അവോയ്ഡ് ഷോർട്ടേജസ് ഓർ എക്സസ് സ്റ്റോക്ക്. Toyota is known for maintaining lean inventory, meaning they keep only what is needed and restock quickly when required. അതായത് ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണല്ലേ. അപ്പം അസംസ്കൃത വസ്തുക്കൾ, ഇപ്പം WIP, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പം നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർണ്ണമായും തീരാത്ത ഉൽപ്പന്നങ്ങളുണ്ട്, അതാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. പിന്നെ തീർന്ന ഉൽപ്പന്നങ്ങൾ, അതായത് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇൻവെൻ്ററി എന്ന് പറയുന്നത്. ഇത് അധിക സ്റ്റോക്ക് ചെലവ് കൂട്ടും. കുറവ് സ്റ്റോക്ക് എന്ത് സംഭവിക്കും? ഉപഭോക്തൃ അസന്തോഷമുണ്ടാക്കും. അതായത് ചിലവ് സ്റ്റോക്ക് കുറയാനും പാടില്ല, അതുപോലെ തന്നെയാണ് എന്ത് സ്റ്റോക്ക് കൂടാനും പാടില്ല. അതേ രീതിയിൽ ഇൻവെൻ്ററി നമുക്ക് കൈകാര്യം ചെയ്യണം. അതിനെയാണ് ഇവിടെ ഇൻവെൻ്ററിക്കകത്ത് പറയുന്നത്. അപ്പം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനകത്ത് ഇൻവെൻ്ററി ഫെസിലിറ്റീസ് വരുന്നുണ്ട്, ഫെസിലിറ്റീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഇൻവെൻ്ററീസ് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലേ, ഗതാഗതമാണ്. ട്രാൻസ്പോർട്ടേഷനിൽ എന്താണ് പറയുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ഇൻവോൾവ്സ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ലൊക്കേഷൻ യൂസിങ് വേരിയസ് മോഡ്സ് ലൈക്ക് ട്രക്സ്, ഷിപ്സ്, ട്രെയിൻസ് ഓർ എയറോപ്ലെയിൻസ്. And it is essential for delivering products safely and on time to different stages of the supply chain. For instance, FedEx uses air freight to ensure next day delivery across cities and countries. അപ്പം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഉൽപ്പന്നങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ. വേഗത കൂടുമ്പോൾ സേവനം മെച്ചപ്പെടുന്നു. അതുപോലെ പക്ഷേ ചിലവ് ഉയരും. പക്ഷേ അതിനനുസരിച്ച് എന്താണ്? വേഗത കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക? കോസ്റ്റ് കുറയുകയും ചെയ്യും. അതിനുദാഹരണമാണ് കപ്പൽ, ട്രെയിൻ. വേഗത കൂടുമ്പോൾ, അതായത് എയർലൈൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലവ് കൂടുന്നുണ്ട്, പക്ഷെ എന്താണ്? വേഗത കൂടും. അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷനും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്? ഇൻഫർമേഷൻ ആണല്ലേ. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ഈസ് ദ ഡേറ്റ ഷെയർഡ് അക്രോസ് ദ സപ്ലൈ ചെയിൻ ദാറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഒരു തീരുമാനമെടുക്കാനും പ്ലാനിങ് ആൻഡ് കോർഡിനേഷനും പ്ലാനിങ്ങിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ആൻഡ് റിയൽ ടൈം ഇൻഫർമേഷൻ ഇംപ്രൂവ്സ് എഫിഷ്യൻസി ആൻഡ് ഹെൽപ്സ് അവോയ്ഡ് ഡിലേസ് ഓർ മിസ്മാച്ചസ് ഇൻ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. Coca-Cola use data analytics to predict customer demand and adjust production and delivery accordingly. ഇൻഫർമേഷൻ തരുന്നത് മുഖാന്തരം ഡിമാൻഡ്, സ്റ്റോക്ക്, ഡെലിവറി തുടങ്ങിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത് തീരുമാനങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് പറയുന്നത് സോഴ്സിംഗ്. അതായത് നമ്മൾ സോഴ്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഴ്സിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് സപ്ലയേഴ്സ്, അതായത് വിതരണക്കാരെ കണ്ടെത്തൽ, ആൻഡ് ഡിസൈഡിങ് വെയർ ആൻഡ് ഹൗ. എന്നിട്ട് എന്താ? ഡിസൈഡ് ചെയ്യാണ് വെയർ ആൻഡ് ഹൗ, എവിടെ,
എത്ര ക്വാണ്ടിറ്റിയിൽ ടു ബൈ ദ റോ മെറ്റീരിയൽസ് എത്ര എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം. സർവീസസ് നീഡഡ് ഫോർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഇറ്റ് ഇൻവോൾവ്സ് ഫൈൻഡിങ് റിലയബിൾ വെൻഡേഴ്സ്, നെഗോഷിയേറ്റിംഗ് പ്രൈസസ് ആൻഡ് എൻഷുറിംഗ് timely supply. Apple, for example, sources components like chips and screens from multiple countries to keep its production running smoothly. അതായത് ഒന്നുമില്ല, വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ്. എവിടെ നിന്ന് ആരിൽ നിന്ന് സാധനങ്ങൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങണമെന്ന് തീരുമാനിക്കുന്നതാണ് സോഴ്സിങ്. നല്ല വിതരണക്കാരൻ ഗുണനിലവാരവും സമയബന്ധിതവുമായിട്ടുള്ള വിതരണം ഉറപ്പാക്കുന്നു, അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് പ്രൈസിങ്, വില നിർണ്ണയം. അതിലെന്താണ് പറയുന്നത്? പ്രൈസിങ് ഇസ് ദ സപ്ലൈ ചെയിൻ ഡിറ്റർമൈൻസ് ഹൗ മച്ച് ടു ചാർജ് ഫോർ പ്രോഡക്ട്സ് ഓർ സർവീസസ് അറ്റ് ഈച്ച് സ്റ്റേജ് ഫ്രം സപ്ലയർ ടു റീറ്റെയിലർ ടു കസ്റ്റമർ. ഇറ്റ് അഫക്ട്സ് പ്രോഫിറ്റബിലിറ്റി, ഡിമാൻഡ് ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്. കമ്പനീസ് ലൈക്ക് ഊബർ ആൻഡ് എയർലൈൻസ് യൂസ് ഡൈനാമിക് പ്രൈസ് വിച്ച് ചേഞ്ചസ് റേറ്റ്സ് ബേസ്ഡ് ഓൺ ഡിമാൻഡ്, ടൈം ആൻഡ് അവൈലബിലിറ്റി. എന്താണ്? ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കുന്നത് ആവശ്യവും മത്സരവും ലാഭവും ബാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ കീ ഡ്രൈവേഴ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, പ്രധാന പ്രേരക ഘടകങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഇവല്യൂഷൻ ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ്. ഫസ്റ്റ് വൺ നമ്മൾ എന്താണ് പറയുന്നത്? ട്രഡീഷണൽ ഇറ 1950s പറയുന്നത്. ലോജിസ്റ്റിക്സ് പ്രധാനമായും സൈനിക മേഖലയിലാണ് ഉപയോഗിച്ചത്. ട്രഡീഷണൽ ആയിട്ടുള്ള ഇറ പറയുന്നതാണ്, ഇവല്യൂഷനാണ് ലോജിസ്റ്റിക്സിൻ്റെ. 1950 ലോജിസ്റ്റിക്സ് പ്രധാനമായും സൈനിക മേഖലയിലാണ് ഉപയോഗിച്ചത്. യുദ്ധസമയത്ത് ആയുധം, ഭക്ഷണം, ഉപകരണങ്ങൾ എത്തിക്കുക, ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ബിസിനസ്സിൽ ഇത് സപ്പോർട്ട് ആക്ടിവിറ്റി മാത്രമായി കണക്കാക്കി. പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് ഗുഡ്സ് മാറ്റുക, സംഭരിക്കുക എന്നുള്ളതായിരുന്നു ട്രഡീഷണൽ ഇറ. അതായത് ആ സമയത്തെ 1950 ലോജിസ്റ്റിക്സിൻ്റെയൊക്കെ പ്രധാന പ്രവർത്തനങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇനി ഫങ്ഷണൽ ഇൻ്റഗ്രേഷൻ 1950 മുതൽ 1970 വരെയുള്ള കാലഘട്ടങ്ങളിൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വെയർ ഹൗസിംഗ് ഒന്നാക്കി. ട്രാൻസ്പോർട്ടേഷൻ പ്ലസ് വെയർ ഹൗസ് ഒന്നാക്കി. സിസ്റ്റം അപ്രോച്ച് ആരംഭിച്ചു. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ് വളർന്നു. ലക്ഷ്യം കോസ്റ്റ് കുറയ്ക്കുക, കസ്റ്റമർ സർവീസ് മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പിന്നീട് ലോജിസ്റ്റിക്സ് ലക്ഷ്യങ്ങൾ മാറാൻ വേണ്ടി തുടങ്ങിയത്. ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് ഇൻറ്റേർണൽ ഇൻ്റഗ്രേഷൻ 1980-കളിലെ. അതെന്താണ് പറയുന്നത്? അത് പറയുന്നത് കുറച്ച് പുതിയ ആശയങ്ങളാണ് കൊണ്ടുവന്നത്. ന്യൂ കോൺസെപ്റ്റ്സ് ലൈക്ക് ജസ്റ്റ് ഇൻ ടൈം, അതായത് എന്താണ്, ജസ്റ്റ് ഇൻ ടൈം വന്നു. ആൻഡ് മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ് പ്ലാനിങ് MRP വന്നു. ആൻഡ് വെയർ ഇൻട്രൊഡ്യൂസ് ടു റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് ഇംപ്രൂവ് ഇൻവെൻട്രി കൺട്രോൾ മെച്ചപ്പെട്ടു. ലോജിസ്റ്റിക്സ് ഒരു ബിസിനസ് സ്ട്രാറ്റജി ആയിട്ട് മാറി. എന്താണ്, പിന്നെ അതുപോലെ തന്നെയാണ് പ്രൊഡക്ഷൻ എഫിഷ്യൻസിയൊക്കെ വർദ്ധിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇതൊക്കെയാണ് 1980-കളിലെ ലോജിസ്റ്റിക്സിൻ്റെ പ്രവർത്തനങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ ഇൻ്റഗ്രേഷൻ 1990 മുതൽ 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ എന്താണ് ഉണ്ടായത്? ദ ടേം സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എമേർജ്ഡ്. എന്തുണ്ടായി? സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന ആശയം രൂപപ്പെട്ടു. എന്നു മുതൽ? എക്സ്റ്റേണൽ ഇൻ്റഗ്രേഷൻ 1990s to 2000s സ്റ്റാർട്ട് ചെയ്തു. എന്താണ്? സപ്ലയേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, കസ്റ്റമേഴ്സ് എന്നിവരുമായിട്ട് സഹകരണമുണ്ടായി. ആൻഡ് ERP സിസ്റ്റംസ് ആൻഡ് ബാർകോഡ്സ് EDI എന്നിവ ഉപയോഗിച്ചു. ആൻഡ് സ്പീഡ് ആൻഡ് ആക്യുറസി മെച്ചപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് വൺ പറയുന്നതാണ് ഡിജിറ്റൽ ഇറ 2010 ഓൺവേർഡ്സ്. ഇപ്പോഴവരെയും തുടങ്ങുന്ന ഒരു ലോജിസ്റ്റിക്സിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്? AI, IoT എന്ന് പറയുന്നത് ദ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഓക്കെ, ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് ഉപയോഗം ഉണ്ടായി. ഓക്കെ, ആൻഡ് റിയൽ ടൈം ട്രാക്കിംഗ് സാധ്യമുണ്ടായി. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് കൂടുതൽ കൃത്യതയോടെ ഉണ്ടായി. ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സ്മാർട്ട്, കസ്റ്റമർ ഫോക്കസ്ഡ്, ഗ്ലോബലി കണക്റ്റഡ് ആയി. ഡിജിറ്റലായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇനി ഇവിടെ ഒരു കേസ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. 1990-കളിൽ ബിൽഡ് ടു ഓർഡർ മോഡൽ നടപ്പാക്കി. കസ്റ്റമേഴ്സ് ഓൺലൈനായി പ്രോഡക്റ്റ് കോൺഫിഗർ ചെയ്തു. ആൻഡ് ഇൻവെൻറ്ററി കുറച്ച്
ഫാസ്റ്റ് ഡെലിവറി നൽകി. ഡെല്ലിൻ്റെ ലോജിസ്റ്റിക്സ് മോഡൽ ഇൻഡസ്ട്രി ബെഞ്ച് മാർക്കായി മാറി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ഉടനെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.